ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വളരെയധികം നമ്മുടെ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൂഗിൾ ജെമിനി ഒരു ആപ്പ്. അതുകൊണ്ട് നമ്മുടെ AI ഫോട്ടോസൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ അവിടെ ഗൂഗിൾ ജെമിനി എന്ന് കാണും, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതാണ്ട് ആസ്ക് ജെമിനി തൊട്ട് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ നമുക്കവിടെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം അവിടെ ക്യാമറ അപ്ലോഡ് ഫയൽസ് എന്ന് കാണാം, അതിൽ അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. ശേഷം ഇതാണ് മൈ ഫയൽസ് ഫോട്ടോസ് എന്ന് വരും, അതിൽ ഫോട്ടോസ് എടുക്കുക. ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആൽബത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നമ്മുടെ ഫാമിലി പിക്കാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഫോട്ടോ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതാണ്ട് ഇവിടെ സെൻഡ് ആയി കഴിയും. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിയും. തൊട്ട് താഴെ നമ്മൾ ആസ്ക് ജെമിനി എന്ന് കാണാം, അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ മുന്നേ കുറച്ച് വേർഡ്സ് അവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻഡ് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ വരും. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വല്പം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള വേർഡ്സിനനുസരിച്ചുള്ള പിക്ചർ നമുക്കിവിടെ തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സിൻ്റെ കളറിൽ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ തൊട്ട് മേളിൽ ഒരു ആരോ മാർക്കാണ്, അവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയി കിട്ടും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.